ഇന്നെന്താ ഈ സിമ്പിൾ കോസ്റ്റ്യൂമിൽ എന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? വേറെ എവിടത്തേക്കല്ല കേട്ടോ. ഞങ്ങളുടെ വീട്ടിൻ്റെ കുറച്ചടുത്ത് തന്നെ നമുക്കൊരു കനാലുണ്ട്, വലിയ കനാലാണ്. അതിലിപ്പോൾ കുറച്ച് വെള്ളം കുറവാണ്. അപ്പോൾ അസ്ലമിന് അതിൽ പോകാൻ ഒരുപാട് ഇഷ്ടമാണ്. വെള്ളം വിട്ട് കഴിഞ്ഞാൽ അവനിക്ക് അതിൽ പോയി കുളിക്കാനൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ അവൻ്റെ അത്ത, അതായത് ഇക്ക അങ്ങനെ വിടാറൊന്നുമില്ല. അപ്പോൾ പപ്പ കൂടെ വരാം, വെള്ളം കുറവല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ വിട്ടതാണ്. അങ്ങനെ പോകുമ്പോൾ ഞാനും കൂടെ പോയി. ഞാൻ ആജമിനെയും എടുത്തിട്ട് പോയി. അപ്പോൾ പപ്പ ടൗണിലേക്കൊക്കെ പോയി വന്ന് അങ്ങനെ ഇവർ കൈയോടെ വിളിച്ചിട്ട് വന്നതാണ് കേട്ടോ. വന്ന് മിന്നു ഇറങ്ങിയിട്ടൊന്നുമില്ല. മിന്നു ഒരു ഡ്രസ്സ് മാറ്റാനൊക്കെ ഒരു മടിയൊക്കെ ആയിട്ട് മിന്നു മടിച്ചിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അസ്ലുവിനെ പപ്പ നീന്താൻ പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അസ്ലുവിന് ചാടാൻ ഇഷ്ടമാണ്. ഇതിലിപ്പോൾ വെള്ളം കുറവായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ചാടാനൊക്കെ അറിയാം. പക്ഷേ ആൾക്ക് നീന്തലൊന്നും അറിയില്ല. ഈ ഒഴുക്കിൽ അങ്ങനെ ഒഴുകി പോവുക അത്രയേ അറിയുള്ളൂ, അല്ലാതെ നീന്താനൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ പപ്പ ഇങ്ങനെ നീന്താനുള്ള ഓരോ ട്രിക്സ് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് കൊടുക്കുന്നത്. പല മെത്തേഡിൽ നീന്തൽ, അതായത് പപ്പയൊക്കെ എന്ന് പറയുമ്പോൾ പണ്ട് കാലങ്ങളിൽ അവർ കനാലിൽ ഒരുപാട് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്ന് എന്താ പറയുക, സ്പോർട്സ് പോലെയൊക്കെ നമുക്ക് പലതരത്തിൽ നീന്തൽ, അതുപോലെ അക്കരയ്ക്ക് പോവുക, അങ്ങനെയൊക്കെ പറയുന്ന മെത്തേഡിലൊക്കെ അവർ കളിക്കാറൊക്കെ ഉള്ളതല്ലേ. ഇപ്പോഴാണ് നമുക്ക് പേടിയൊക്കെ ഉള്ളത്. കാരണം പണ്ട് എല്ലാവർക്കും എല്ലാത്തിനും പെർമിഷൻ ഉണ്ട്. ഇപ്പോൾ എന്ന് പറയുമ്പോൾ മക്കളുടെ നമുക്ക് ഓരോ സ്റ്റോറീസ് അല്ലെങ്കിൽ ഓരോ ന്യൂസൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് പേടിയുള്ളത് കൊണ്ട് നമ്മളധികം വിടാറില്ല. എന്നാലും അടുത്തുള്ള കുട്ടികളൊക്കെ ഒരുപാട് പോകാറുണ്ട് കേട്ടോ. ഞാൻ ഇന്നലെ വീട്ടിലേക്ക് പോയപ്പോൾ ഞാൻ ജസ്റ്റ് പോയിന്നേ ഉള്ളൂ. അപ്പോൾ പപ്പ നീന്താനൊക്കെ പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പപ്പ ഇങ്ങനെയാണ് നീന്തേണ്ടതെന്നൊക്കെ പറഞ്ഞ് പപ്പ നീന്തുന്നുണ്ട്. അപ്പോൾ പപ്പയൊന്നും അങ്ങനെ ചാടാറില്ല ഇപ്പോൾ കുറേ ആയിട്ട്. ആൾക്ക് ഒരു പേടിയൊക്കെ ആവാൻ തുടങ്ങി. ഗതപ്പിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ ഞാൻ നീന്തിയാൽ ശരിയാവില്ല എന്നൊക്കെ പറയും. പക്ഷെ പിന്നെയും വെള്ളം കാണുമ്പോൾ ആരാണെങ്കിലും ആ പ്രായം മറന്നു പോകുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ പപ്പ എന്നിട്ട് അവിടെ നിന്ന് ജസ്റ്റ് കാണിച്ച് കൊടുക്കുന്നുണ്ട്, ഇങ്ങനെ നീന്തണം അങ്ങനെ നീന്തണം എന്ന്. അപ്പോൾ നമ്മുടെ ആദ്യം കൂട്ടം കുറേ നേരം അവിടെ നിന്ന് തുള്ളിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, വെള്ളത്തിൽ പോയി കളിക്കാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു, വെള്ളത്തിൽ നീ ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ നിന്നെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് പറഞ്ഞപ്പോൾ ഒതുങ്ങിയിരുന്നതാണ് എൻ്റെ മടിയിൽ. അപ്പോൾ കുറച്ച് നേരം അവൻ നോക്കി നിന്നു. പിന്നെ അവസാനം പപ്പ പോയി അവനെ ജസ്റ്റ് ഫേസൊക്കെ ഒന്ന് കഴുകി കൊടുത്ത് അങ്ങനെ കുറേ നേരം ഞങ്ങൾ കളിച്ചു അടിച്ചു പൊളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് യാത്ര തിരിച്ചു.